Dear students, welcome back to GDC. Today we are going to learn another discourse, write-up. എങ്ങനെയാണ് ഒരു റൈറ്റപ്പ് എക്സാമിന് വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്യുക, how to score well. That is what we are going to discuss today. നമുക്കറിയാം, എക്സാമിന് ഒരുപാട് മാർക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരുപാട് ഡിസ്കോഴ്സുകളുണ്ട്. അതിൽ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഡിസ്കോഴ്സസ് ഈസ് റൈറ്റപ്പ്. ഈ റൈറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പ്രൊഫൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയിരുന്നു ഒരുപാട് സ്റ്റെപ്പുകൾ, അതിന് വളരെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തു. അതുപോലെ ഒരുപാട് ഡിസ്കസുകൾ നമ്മൾ പറഞ്ഞു. ഇപ്പം ഇവിടെ ഈ ചെയ്യാൻ പോകുന്നത് റൈറ്റപ്പാണ്. ഈ റൈറ്റപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റിൽ നമ്മൾ അറിയണം ഈ രണ്ട് വേർഡ് റൈറ്റപ്പ് എന്ന് പറയുന്ന ദിസ് ടു വേർഡ്സ്, വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താണ് റൈറ്റപ്പ് എന്ന് പറയുന്നത്? റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റിപ്പോർട്ട് ഓർ ആർട്ടിക്കിൾ അബൌട്ട് സംതിങ് ഓർ സംവൺ. ഒരാളെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു സംഭവത്തെ കുറിച്ചോ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ആർട്ടിക്കിൾ, അതല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇത് എഴുതുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവണം. ദാറ്റ് മീൻസ് വി ക്യാൻ ആഡ് അവർ ഓൺ ഒപ്പീനിയൻസ് ഇൻ ദിസ് റൈറ്റപ്പ്. റൈറ്റപ്പിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂട്ടിച്ചേർക്കാം. അപ്പോൾ ഈ റൈറ്റപ്പ് എഴുതുമ്പോൾ what are the important things to be remembered while writing a write-up? അതാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കുറേ റൂൾസൊക്കെ ഉള്ളതുപോലെ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയാണെങ്കിൽ കൃത്യമായിട്ട് വളരെ വൃത്തിയായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി കൊടുക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ നമ്മൾ പറഞ്ഞു തന്നെയാണ്, we can add our own opinions. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പറയുന്ന പോലെ ചില കാര്യങ്ങൾ, നമ്മുടെ ആശയം ഷെയർ ചെയ്യാൻ കൂടി പറ്റുന്ന ഒരു ആൻസറാണ് റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വി ഹാവ് ടു ആഡ് അവർ ഓൺ ഒപ്പീനിയൻസ്. ഒപ്പീനിയൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം ഐ തിങ്ക് എന്നുള്ള വേർഡ് ഉപയോഗിക്കാം, ഇൻ മൈ ഒപ്പീനിയൻ എന്ന് പറയാം, ഇൻ മൈ വ്യൂ എന്ന് പറയാം. ഇങ്ങനെയുള്ള കുറേ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ ആശയം ഷെയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിർബന്ധമായി ചെയ്തിരിക്കേണ്ട ഒന്നാണ് റൈറ്റപ്പ് എന്ന് പറയുന്നത്. ഇതൊക്കെ രീതിയിലാണ് റൈറ്റപ്പ് തയ്യാറാക്കേണ്ടത്. ഒന്നാമതായിട്ട് ഇപ്പൊ നമ്മൾ പറയുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറ്റ് ഷുഡ് ബി ഇൻ അവർ ഓൺ വേർഡ്സ് ആൻഡ് വി ഹാവ് ടു പ്രൊവൈഡ് അവർ ഒപ്പീനിയൻ. ദാറ്റ് മീൻസ് അവർ ജഡ്ജ്മെന്റ്. നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഒരു അഭിപ്രായം ഉണ്ടാവും, ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാവും അതിനെ കുറിച്ച്. അത് നമുക്ക് ഈ റൈറ്റപ്പിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് റൈറ്റപ്പ് ഉണ്ട്. ഇപ്പൊ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ നമ്മളിപ്പോൾ പാഠവുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കാം. ഒരു സ്റ്റോറി പഠിച്ചിട്ട് ആ സ്റ്റോറിയുടെ കണ്ടന്റ് ഉൾപ്പെടുത്തി, അതിലെ കഥാപാത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് അവരുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതാൻ പറയും. നമ്മളോട് റൈറ്റപ്പ് തയ്യാറാക്കാൻ പറയും. ഒരു ഹിന്റ് തന്നിട്ട് അതിനെക്കുറിച്ച് റൈറ്റപ്പ് പറയും. ഒരു ജനറൽ ഡാറ്റ തന്നിട്ട് ആ ഡാറ്റയെക്കുറിച്ച് റൈറ്റപ്പ് തയ്യാറാക്കാൻ പറയും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ വൃത്തിയായിട്ട് ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒന്നാമത് പറഞ്ഞ നമ്മുടേതായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന പോലുള്ള ഈ പറഞ്ഞ വേർഡ്സൊക്കെ ഉപയോഗിക്കുക. ഐ തിങ്ക്, ഇൻ മൈ ഒപ്പീനിയൻ, അതുപോലെ ഇൻ മൈ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സെന്റൻസുകൾ ഉപയോഗിക്കാം. അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഷുഡ് ബി ഇൻ സിമ്പിൾ വേർഡ്സ്. റൈറ്റപ്പ് ഷുഡ് ബി ഇൻ സിമ്പിൾ വേർഡ്സ്. വളരെ കട്ടുകട്ടി വാക്കുകളൊന്നും അതിൽ ആവശ്യമില്ല. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരുപാട് നല്ല ആളുകളൊക്കെ തന്നെ, പൗലോ കോലിയോ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നല്ല നല്ല നോവലിസ്റ്റുകളും ഡ്രാമാറ്റിസ്റ്റുകളൊക്കെ തന്നെ അവരെഴുതുന്ന ചില കാര്യങ്ങളിൽ സിമ്പിൾ ലാംഗ്വേജ് ഉണ്ടാവും, പ്രത്യേകിച്ച് മോഡേൺ റൈറ്റേഴ്സൊക്കെ. അപ്പൊ അവരിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് നമ്മൾ വിചാരിക്കും, ഈ പേജ് വായിച്ചു കഴിയുമ്പോൾ ഇത്രയും സിമ്പിൾ വേർഡ്സ് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞു, ഇത്രയൊക്കെ വാക്കുകൾ മതിയോ എന്ന് തോന്നിപ്പോ. അപ്പൊ സിമ്പിൾ വേർഡ്സ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ടും ഒരു നല്ല രീതി ആണ് റൈറ്റപ്പ്. അത് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പൊ അതും കൂടി അത് ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും
റൈറ്റപ്പ് എഴുതാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ വി ഷുഡ് ഹാവ് സംതിങ് ടു സേ. നമുക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടാവണം. വി ഷുഡ് ഹാവ് സംതിങ് ടു ബി റിട്ടൺ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും പഠിച്ച അല്ലെങ്കിൽ നമുക്ക് ഓർമ്മയുള്ള ലെസൺസ് ഒക്കെ ആണെങ്കിൽ, നമ്മൾ പഠിച്ച ലെസൺസ് ഒക്കെ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഐഡിയ നമുക്കുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും, നമ്മുടെ ഒരു ഒപ്പീനിയൻ അവിടെ പ്രസന്റ് ചെയ്താൽ മതി. അപ്പോൾ വി ഷുഡ് ഹാവ് സംതിങ് ഇൻ അവർ മൈൻഡ്. ഹാവ് സംതിങ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. പിന്നെ നമുക്ക് ഉണ്ടാവേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. സ്പെസിഫിക് ആയിരിക്കണം. പറയുന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ കൺവേ ചെയ്തു എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വേഗമായിട്ട് നമുക്കൊരു കാര്യം പറയാം, കൃത്യമായിട്ട് പറയാം. ഇപ്പം ഞാൻ പറയാണ്, ഐ ഗ്രോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷ് ഇൻ മൈ അക്വേറിയം എന്ന് പറയാം. അത് നമുക്ക് മനസ്സിലാവുന്നു, എൻ്റെ അക്വേറിയത്തിൽ കുറേ ഫിഷസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാവും, കുറേ മത്സ്യങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നു. പക്ഷെ ഇത് തന്നെ ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ഐ ഗ്രോ 5 different types of fish in my aquarium, including or like എന്നൊക്കെ പറയാം. എന്നിട്ട് പറയാം എന്തൊക്കെയാ നെയിംസ് പറയാം. ഇൻക്ലൂഡിങ് ബെറ്റ, ഗോൾഡ് ഫിഷ്, ഗൗരാമീസ് ആൻഡ് ഷാർക്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗപ്പീസ് എന്നൊക്കെ നമുക്ക് അത് പറഞ്ഞു കഴിയുമ്പോൾ ഐ ഗ്രോ 5 different types of fish in my aquarium, including betta, goldfish, guppies, gouramis and sharks, beautiful sharks എന്നൊക്കെ പറയുമ്പോൾ അതൊരു പിക്ചർ തരുന്നില്ലേ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച്? നമ്മൾ ഇത്രയും ആ അക്വേറിയം അത് പല അക്വേറിയത്തിലായിട്ട് വെച്ചിരിക്കുന്നു, അവിടെ ഒരു പിക്ചറൈസേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ എത്തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ പ്രതീക്ഷിക്കുന്നു. അതാണ് റൈറ്റപ്പ്. പറയുന്നത് മാത്രമല്ലോ, കൂടുതൽ വലിച്ചുവാരി എഴുതുന്ന ഒരു സംഭവമല്ല റൈറ്റ്. പക്ഷെ പറയുന്നതിൽ ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഇൻ ആക്റ്റീവ് വോയിസ്. അതാണ് മറ്റൊരു കാര്യം. നമ്മൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന SVA പാറ്റേൺ ഉപയോഗിക്കുന്നതാണല്ലോ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത്. ഈ ആക്റ്റീവ് വോയിസിൽ എഴുതുന്നതാണ് റൈറ്റപ്പ് ഏറ്റവും നല്ലത്. ബിക്കോസ് ഇറ്റ് ഗീവ്സ് ഇമ്പോർട്ടൻസ് ടു ദ സബ്ജക്റ്റ്. അപ്പോൾ അങ്ങനെ ആ പറയുന്ന എഴുതുന്ന അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്നതാണ് റൈറ്റപ്പിലെ ഏറ്റവും നല്ല രീതി. അതാണ് ഒരു പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഇൻ ഷോർട്ട് സെന്റൻസസ്. എ റൈറ്റപ്പ് ഷുഡ് ബി ഇൻ ഷോർട്ട് സെന്റൻസസ്. വേർഡ് സിമ്പിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഇവിടെ ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ഇൻ ഷോർട്ട് സെന്റൻസസ്. നീളം കൂടിയ കോംപ്ലക്സ് സെന്റൻസ് നമുക്ക് വേണ്ട, ഒരു കോംപ്ലക്സിറ്റി വേണ്ട, ഒരുപാട് സെന്റൻസുകൾ ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണ്ട. സിമ്പിൾ ഷോർട്ട് സെന്റൻസ് ആയിട്ട് ഇരുന്നാണ് റൈറ്റപ്പ് ഏറ്റവും വിശദമായിട്ടുള്ള രീതിയിൽ മാറുമ്പോഴാണ്. അപ്പോൾ ഷോർട്ട് സെന്റൻസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് മറ്റൊരു പോയിന്റ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 150 വേർഡ്സ്. എ റൈറ്റപ്പ് ഷുഡ് നെവർ എക്സീഡ് 150 വേർഡ്സ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി ബിലോ 150 വേർഡ്സ്. 150 വാക്കുകളിൽ കുറയുന്ന രീതിയിൽ ഇരുന്ന ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. അതാണ് ഇതിൻ്റെ ആപ്റ്റ് ആയിട്ടുള്ളത്. ഒരുപാട് വേണ്ട. 5 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് റൈറ്റപ്പ്. അതിന് നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതാണ് 150 വാക്കുകൾ കൂടാതെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗിവൺ എ പ്രോപ്പർ ടൈറ്റിൽ. ദാറ്റ് ഇസ് ഇറ്റ്. എ പ്രോപ്പർ ടൈറ്റിൽ ഷുഡ് ബി ഗിവൺ ടു ദ റൈറ്റപ്പ്. ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ നമ്മൾ എഴുതുന്നത് ആ ടോപ്പിക്കിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ടൈറ്റിൽ, അതുമായി ബന്ധം വരുന്ന ഒരു ടൈറ്റിൽ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടും നമുക്ക് ഈ പ്ലാനിങ്ങോട് കൂടി ഇതിനെ സമീപിക്കുകയാണ്. റൈറ്റപ്പ് എഴുതുകയാണെങ്കിൽ വി ക്യാൻ സ്കോർ 5 out of 5 or 6 out of 6. അപ്പൊ നമ്മളിവിടെ ചർച്ച ചെയ്തത് എങ്ങനെയാണ് ഒരു റൈറ്റപ്പ് എഴുതുന്നത്, അതിൽ പാലിച്ചിരിക്കേണ്ട സ്റ്റേജസ്, എന്താ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്, ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു റൈറ്റപ്പ് എഴുതുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നറിയണ്ടേ? അതറിയണമെങ്കിൽ നമുക്കൊരു എക്സാമ്പിൾ ചെയ്യണം. ഒരു എക്സാമ്പിൾ ചെയ്യാം. ഒരു ഡാറ്റ തരാം.
എന്ന് പറഞ്ഞാൽ ഒരു സർവേയുടെ റിപ്പോർട്ട് പോലെ ഡാറ്റ, ഗ്രാഫിക്കൽ representation of a survey conducted by a social welfare organization. അവർ നടത്തിയ ഒരു സർവേ, സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷൻ നടത്തിയ ഒരു സർവേ, അതിന്റെ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് ഇതിലെ ഡാറ്റാസ്, ഇതിൽ ഇയർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഇതിന്റെ റൈസ് നമ്പർ ഓഫ്, ഇത് ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ചാണ് അവർ നടത്തിയത്. ആ ഒരു സോഷ്യൽ ഓർഗനൈസേഷൻ നടത്തിയ സർവേ എന്ന് പറയുന്നത് ഇറ്റ് വാസ് അബൌട്ട് ഓൾഡ് ഏജ് ഹോംസ്, ഇൻക്രീസ് ഓഫ് ഓൾഡ് ഏജ് ഹോംസ് ഇൻ കേരള. കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓൾഡ് ഏജ് ഹോംസിന്റെ വർധനവിനെ കുറിച്ചാണ് അവർ ഇത്തരത്തിലുള്ള ഒരു സർവേ നടത്തിയത്. അതിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന ആ റിപ്പോർട്ട്, അതിന്റെ ഡാറ്റ, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിൽ ഇയർ കൊടുത്തിരിക്കുന്നു, അതിന്റെ റൈസിംഗ് റേറ്റ് കൊടുത്തിരിക്കുന്നു, എത്ര വേഗത്തിൽ എത്ര ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നു. അപ്പൊ ഇത് വെച്ചിട്ട്, ഇത് മാത്രം നമ്മുടെ മുമ്പിലുള്ള ഡാറ്റ, ഇത് വെച്ചിട്ട് ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾ പറഞ്ഞു, അത് നമ്മുടെ ഒപ്പീനിയൻ ഉണ്ടാവണം, ഷുഡ് ബി സ്പെസിഫിക് എന്ന് പറഞ്ഞു, അതുപോലെ സിമ്പിൾ വേർഡ്സ് ഉണ്ടാവണം എന്ന് പറഞ്ഞു, അതേപോലെ ഷോർട്ട് സെന്റൻസ് വേണമെന്ന് പറഞ്ഞു, നമുക്കതിൽ നമ്മുടേതായിട്ട് അഭിപ്രായങ്ങൾ ചേർക്കണം, ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ വ്യൂ എന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു. ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി എഴുതേണ്ടത് എങ്ങനെയാണെന്ന്, ഈ ഡാറ്റ നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സെന്റൻസുകൾ, ഈ ഡാറ്റ ഒരു സെന്റൻസ് ആക്കിയിട്ട്, റൈറ്റപ്പ് ആക്കിയിട്ട് എങ്ങനെ മാറ്റാന്നുള്ളതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ വി നോ ദാറ്റ് ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ ഓൾഡ് ഏജ് ഹോമിനെ കുറിച്ചാണ്, അതിന്റെ ഓരോ വർഷം തോറുള്ള എണ്ണം കൂടുന്നതിനെ കുറിച്ചാണ് എന്നിവിടെ കാണുന്നു, ഡാറ്റയിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഡാറ്റ അതാണെന്ന് മനസ്സിലാക്കി ശ്രദ്ധിക്കുക. നമുക്കിതിന് ഒരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ എന്ത് കൊടുക്കാം എന്നുള്ളതാണ്. എന്ത് കൊടുക്കും നമ്മൾ? എന്താ ടൈറ്റിൽ കൊടുക്കുക? നിങ്ങൾ പറ, എന്ത് ടൈറ്റിൽ കൊടുക്കും? ഹെഡിങ് കൊടുക്കണം, ടൈറ്റിൽ കൊടുക്കണം, എന്ത് കൊടുക്കും? എന്താ കൊടുക്കുക? ഇൻക്രീസിംഗ് ഓഫ് ഓൾഡ് ഏജ് ഹോംസ് ഇൻ കേരള എന്ന് കൊടുക്കാം. ഇൻക്രീസിംഗ് ഓഫ് ഓൾഡ് ഏജ് ഹോംസ് ഇൻ കേരള എന്നൊരു ഹെഡിങ് കൊടുത്തു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ദെൻ ഹൗ ക്യാൻ വി സ്റ്റാർട്ട് ദ സെന്റൻസ്? നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സെന്റൻസും തുടക്കമൊക്കെ തന്നെ സിമ്പിൾ ആവാം, ഷോർട്ട് സെന്റൻസുകളാവാം, അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ്. അത് വളരെ പ്രധാനപ്പെട്ടത്, കാച്ചി ആയിട്ടുള്ളതായിരിക്കണം. വായിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം അവർക്ക് വായിക്കാൻ തോന്നുന്ന ഒരു കണ്ടീഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പിന്നെ നമ്മുടെ ഒപ്പീനിയൻ പറയണമല്ലോ. അപ്പൊ നമുക്ക് വേണം ഇങ്ങനെ പറയാം, ഐ തിങ്ക് എന്ന് വെച്ച് തുടങ്ങാം. എങ്ങനെ പറയും? ഇതിലൊരു കാര്യം നമ്മൾ ഐ തിങ്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? ഐ തിങ്ക് ദിസ് ഗ്രാഫ്, ഐ തിങ്ക് ദ ഗ്രാഫ് ഷോസ്, ഐ തിങ്ക് ദ ഗ്രാഫ് ഷോസ് ഓർ റിമൈൻഡ്സ് അസ്, അങ്ങനെയൊക്കെ പറയാം. The graph shows the pathetic condition of the people of Kerala, of the old people of Kerala. It is about the pathetic condition of the old people of Kerala. വൃദ്ധരായ കേരളത്തിലെ ആളുകളെ, അവരുടെ പാത്തറ്റിക് ആയിട്ടുള്ള, പരിതാപകരമായിട്ടുള്ള കണ്ടീഷനെ കുറിച്ചാണ് ഈ റൈറ്റപ്പ് എന്ന്, ഈ ഡാറ്റ എന്ന്, ഈ ഡാറ്റയെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഗ്രാഫിനെ കുറിച്ച് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് അങ്ങനെ പറഞ്ഞു തുടങ്ങാം. അത് ഫസ്റ്റ് സെന്റൻസ് ആയിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓരോ പോയിന്റ് ആയിട്ട് സെന്റൻസ് എഴുതുകയാണ്. പരീക്ഷയ്ക്ക് അങ്ങനെയല്ല എഴുതേണ്ടത്. അത് പാരഗ്രാഫ് ആക്കിയിട്ട്, 2 പാരഗ്രാഫ് ആക്കിയിട്ടോ ഒറ്റ പാരഗ്രാഫ് ആക്കിയിട്ടോ നിങ്ങൾക്ക് റൈറ്റപ്പ് എഴുതി കൊടുക്കാം, ഒരു ടൈറ്റിൽ കൊടുത്തിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോന്നായിട്ട് എഴുതാൻ കാരണം ഈ ഡാറ്റ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാമല്ലോ. അപ്പൊ അതിന്റെ ഓരോ ഭാഗം നമ്മൾ പഠിക്കാൻ വേണ്ടി പോയിന്റ് ആയിട്ട് ഞാൻ എങ്ങനെ എഴുതാം, നിങ്ങൾ മാറ്റി എഴുതുമ്പോൾ ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, ഇനി രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് നമുക്ക് ഇതിലെന്ത് പറയാൻ പറ്റും? എന്താ പറയാൻ പറ്റും? There has been a steady increase in the number of old age homes എന്ന് പറയാം. സെക്കൻഡ് സെന്റൻസ് ആയിട്ട് there has been, നടന്നുകൊണ്ടിരിക്കുന്നു, കുറെ കാലമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോൾ there has been a steady increase in the number of old age homes in Kerala എന്നുള്ള രണ്ടാമത്തെ സെന്റൻസ് ആയിട്ട് നമുക്ക് അങ്ങനെ കൊടുക്കാം. സെക്കൻഡ് സെന്റൻസ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റും. ആൻഡ് വാട്ട് അബൌട്ട് ദ നെക്സ്റ്റ് സെന്റൻസ്? എന്താ പറയാ? ഇതിൽ ഈ ഗ്രാഫിൽ ഉള്ള കാര്യങ്ങളാവണല്ലോ. ഗ്രാഫിൽ പറയുന്ന ഒരു പോയിന്റ് നമുക്ക് പറയാം, ഇത് റീച്ച്ഡ് ഇറ്റ്സ് ഹൈറ്റ് ഇൻ 2019. കാണുന്നില്ല നിങ്ങൾ? 2019 അതിന്റെ റേറ്റ് ഏറ്റവും കൂടുതലല്ലേ? ഏറ്റവും കൂടിയ എണ്ണം ഓൾഡ് ഏജ് ഹോംസ് ഉണ്ടായത്
കാണിക്കുന്നത് ഈ ഗ്രാഫ് അനുസരിച്ച് 2019 പറയാം. അത് നമുക്ക് അടുത്ത പോയിന്റായിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഇത്തരത്തിൽ ഒരു സ്ഥാപനം ഉണ്ടായി വരണമെങ്കിൽ ഇറ്റ് ഷോസ് എ ഡിമാൻഡ്, ദർ ഇസ് എ നെസസിറ്റി ഓർ എ ഡിമാൻഡ്. അങ്ങനെയല്ലേ, എന്ത് കാര്യങ്ങളും അവിടെ ഉണ്ടാവുമ്പോൾ അവിടെ ഒരു ആവശ്യം വരുമ്പോഴാണല്ലോ പലപ്പോഴും നമുക്ക് അത് വീണ്ടും വീണ്ടും വേണ്ടി വരിക. ആവശ്യമില്ലാത്തൊരു സാധനം ഒരു കടയാണെങ്കിലും ഒരു ഹോട്ടലാണെങ്കിലും ഒരു പ്രദേശത്ത് ആരും വാങ്ങാൻ ആളുകളില്ലെങ്കിൽ അവിടെ കഷ്ടപ്പെട്ട് കട തുടങ്ങുമാരെങ്കിലും ഇല്ലല്ലോ. കാരണം അത് നഷ്ടമാണ്, അവർക്ക് തന്നെ കച്ചവടം ഇല്ല, അപ്പം നമുക്ക് കച്ചവടം ഉണ്ടാവില്ല എന്നല്ല പറയാം. ഇപ്പം ഇവിടെ ഓൾഡ് ഏജ് ഹോംസിന് ആളുകളുണ്ട്, അവരെ വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവിടെ ആളുകൾ വരുന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഓൾഡ് ഏജ് ഹോംസ് വീണ്ടും വീണ്ടും വരുന്നത്. അത്തരം ആളുകൾ പുറത്തേക്ക് വരുന്നു. ദേ ആർ ഡ്രിവൺ ഔട്ട് ഓഫ് ദ ഹോംസ്, അവരൊക്കെ തന്നെ പുറന്തള്ളപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അങ്ങനെയുള്ള ഡിമാൻഡ്, ഇറ്റ് ഷോസ് എ ഡിമാൻഡ്. അപ്പോൾ നമുക്കൊരു സെന്റൻസ് പറയാം. ദ ഗ്രോത്ത് ഇൻ ദ നമ്പർ ഓഫ് ഓൾഡ് ഏജ് ഹോംസ് പോയിന്റ്സ് ഔട്ട് ദ ഡിമാൻഡ് ഓഫ് ഓൾഡ് ഏജ് ഹോംസ്. അത് ഇൻക്രീസ് ഉണ്ടാകുന്ന ഡിമാൻഡ് കൊണ്ടാണെന്ന് പറയുന്നത്. ആ പോയിന്റ് നമുക്ക് അടുത്തായിട്ട് പറയാം. പിന്നെ നമുക്ക് എന്താ പറയാൻ പറ്റുക? ദർ ഇസ് എൻ ഇമോഷണൽ ഇംപ്ലിക്കേഷൻ. എന്താണത്? ഈ ഗ്രാഫിൽ ഒരു ഇമോഷണൽ ഇംപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ഒരു കൺക്ലൂഷൻ ഉണ്ട്, നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സൂചനയുണ്ട്. എന്താണത്? ദീസ് ഓൾ പീപ്പിൾ ആർ ഡ്രിവൺ ഔട്ട് ഓഫ് ദെയർ ഹോംസ് എന്നൊരു വസ്തുത കൂടി അവിടെ വരുന്നു. അപ്പൊ നമുക്ക് പറയാം ദ ഇമോഷണൽ ഇംപ്ലിക്കേഷൻ ഓഫ് ദ increase in the old age homes are all people are driven out of their homes എന്ന് പറയാം. ആ ഒരു കൺക്ലൂഷൻ അടുത്ത പോയിന്റ് നമുക്ക് പറയാം, ആ ഒരു കാര്യം നമുക്ക് പറയാം. പിന്നെ അടുത്ത പോയിന്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക, നമുക്ക് കാണാം ഒരു പ്രത്യേക സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിൽ നമ്മൾ കാണുന്നത് 80 to 90. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ 1980 to 90 ഒന്ന് ശ്രദ്ധിച്ചേ, അവിടെ ചെറിയൊരു റൈസ് ഉണ്ടായിരുന്നു. ദർ ഇസ് എ സ്റ്റഡി ഇൻക്രീസ്, ഒരു സ്റ്റഡി ഇൻക്രീസ് വന്നു. അത് വെൻ ഇറ്റ് റീച്ച്ഡ് ഇൻ 1990 അവിടെ എത്തിയപ്പോൾ ഒന്ന് താണു, കുറച്ച് ഒന്ന് താണു നമ്മൾ കാണും. അപ്പൊ നമ്മുടെ പറയാം ദ സർവേ ഷോസ് ദാറ്റ് ഫ്രം 1980 to 1990 there is a steady increase in the number of old age homes. But in 1990 അവിടെ എത്തിയപ്പോൾ 1990 വരെയാണ് പറഞ്ഞത്. But in 1990 we see there is a stagnant condition. It stops rising high. അത് നിന്നു, ആ ഉയർച്ച അവിടെ നിന്നു. പക്ഷെ മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഗ്രാഫിൽ കാണുന്നു, but when it reached 1990 there was a shooting up. ഒരൊറ്റ പോക്കാണ്, പിന്നെ ഒരൊറ്റ ഹൈറ്റിലാണ് ആ ഗ്രാഫ് കാണുന്നില്ല. നിങ്ങൾ ഈ ഗ്രാഫിൽ കാണുന്നില്ലേ? ഗ്രാഫിൽ അത് പിന്നെ മുകളിലേക്ക് അല്ലാതെ താഴോട്ട് വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രായം ചെന്ന ആളുകൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് തള്ളപ്പെടുകയല്ലാതെ പുറത്ത് വീടുകളിലേക്ക് സ്നേഹിക്കുന്ന അവസ്ഥ കേരളത്തിൽ പിന്നെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ആളുകൾ ആ ഒരു ഫിലിയൽ ആയിട്ടുള്ള അപ്ലിക്കേഷൻ അത് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ നമ്മൾ കാണുന്നു. പിന്നെ റൈസിങ് ആണ്, ഇറ്റ് ഷൂട്ടിങ് അപ്പ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? അടുത്ത പോയിന്റ് ആയിട്ട് എന്ത് പറയാം? ബട്ട് ഇറ്റ് സ്റ്റോപ്സ് ഇൻ 1990 ആൻഡ് ഹാസ് ബീൻ എ ഷൂട്ടിങ് അപ്പ് സിൻസ് ദെൻ എന്ന് പറയുന്ന ഒരു സെന്റൻസ് കൂടി നമുക്ക് അടുത്തായിട്ട് പറയാം. ഇത് റൈറ്റപ്പിന്റെ സെന്റൻസ് ആണ്, നമ്മൾ എഴുതാൻ പോകുന്ന റൈറ്റപ്പിന്റെ സെന്റൻസ് ആണ് ഈ 1/1 ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത സെന്റൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം? നമ്മൾ പറഞ്ഞു ഒപ്പീനിയൻ ഒക്കെ പറയണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് പറയാം ഇൻ മൈ ഒപ്പീനിയൻ ദ സർവേ റിമൈൻഡ്സ് അസ്. എന്താ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്? ഇൻ മൈ ഒപ്പീനിയൻ ദ സർവേ റിമൈൻഡ്സ് അസ് എന്തിനെ കുറിച്ചാണ്? ദ ലോസ് ഓഫ് ലവ് ആൻഡ് കെയർ ഫ്രം ദ ഹൗസസ് ഓഫ് കേരള. ആ സ്നേഹത്തിന്റെയും ശ്രദ്ധയുടെയും നഷ്ടം വന്നുപോയ ഒരു സമൂഹത്തെ, കേരളത്തിലെ വീടുകളെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഈ ചാർട്ട്. ഈ ഗ്രാഫിക്കൽ റിപ്രസെന്റേഷൻ നമ്മളെ കാണിക്കുന്നതാണ്. ഈ ഗ്രാഫ് നമ്മളെ കാണിക്കുന്നതാണ്. കേരളത്തിലെ വീടുകളിൽ നിന്ന് മാതാപിതാക്കളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ കെയറും നഷ്ടപ്പെട്ടു കഴിയുന്നു. അതുകൊണ്ട് ഈ സെൻസ് നമുക്ക് ഇൻ മൈ ഒപ്പീനിയൻ ദ സർവേ റിമൈൻഡ്സ് us
about the loss of love and care from the houses of Kerala എന്ന് പറയാം. ആൻഡ് വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനിയുണ്ടല്ലോ പോയിന്റ്സ് പറയാനുണ്ടല്ലോ. ഇനി എന്താ അടുത്തായിട്ട് നമുക്ക് എന്ത് പറയാം? അടുത്ത പോയിന്റായിട്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കാം? നമുക്ക് പറയാം the sons and daughters have become thankless to their parents. The sons and daughters of Kerala have become thankless to their beloved parents എന്നും കൂടി നമുക്കിവിടെ ചേർക്കാം. അവര് ഇത്രയും കാലം കഷ്ടപ്പെട്ട് വളർത്തിയ പാരൻസിനോട് നന്ദിയില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നുകൂടി നമുക്ക് ഓർമ്മിപ്പിക്കാം. അതിൽ പറയാം, നമ്മളെ ഇതായിട്ട് വ്യൂ ആയിട്ട് പറയാം നമുക്ക്. പിന്നെ അവസാനമായിട്ട് നമുക്ക് എന്തുകൂടി പറയാം? ഒരു സെന്റൻസും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. The old people must get lawful support എന്ന് പറയാം. The old people must get lawful support and also they will be provided the filial obligation from their children എന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. The old people must get lawful support to enjoy filial love, filial obligation from their children. അവർക്ക് കിട്ടേണ്ട ആ ഒരു ഫിലിയൽ ഒബ്ലിഗേഷൻ അനുഭവിക്കാനുള്ള അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു ലോഫുള്ളായ സപ്പോർട്ടും അതേപോലെ തന്നെ ഇമോഷണൽ ആയിട്ടുള്ള സപ്പോർട്ടും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതിനുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു സെന്റൻസ് ഇതാണ്: the old people must get lawful support to enjoy their filial obligations from their children. To enjoy the filial obligations from their children. They should get the opportunity to enjoy the love from their children, from their beloved children. They should get it. If it is necessary, they should have law for this. അങ്ങനെയൊക്കെ ഈ ആളുകളെ ഈ ഒരു ദുരിതത്തിൽ നിന്ന് ഇല്ലാതാക്കണമെന്ന് നമുക്ക് ഈ ഒരൊറ്റ ഡാറ്റ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇയേഴ്സും തന്നു. നമുക്കിവിടെ ആ ഒരു റൈസ് ഓഫ് ഓൾഡ് ഏജ് ഹോംസ് ഇൻ കേരള എന്ന് തന്നിട്ട് ഈ ഒരു പോയിന്റ്സ് ഉപയോഗിച്ച് നമ്മൾ ഈ റൈറ്റപ്പിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞ എന്താണ് റൈറ്റപ്പ്? റൈറ്റപ്പ് എന്ന് പറയുന്നത് ഒരു ജഡ്ജ്മെന്റ്, അതല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ടൈപ്പ് പോലെ, ഒരു റിപ്പോർട്ട് പോലെ ഒരാളെ കുറിച്ചോ ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ നമ്മൾ പറയുന്ന കൊടുക്കുന്ന വാക്കുകളാണ്, സെന്റൻസുകളാണ്. അത് ഇന്ന പോലെയൊക്കെ ആവണം എന്ന് പറഞ്ഞു. അത് ആ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവുക, അത് കറക്റ്റായിട്ട് ഓർക്കുക. അതേപോലെ തന്നെ അവസാനമായിട്ട് നമ്മൾ ഒരു എക്സാമ്പിൾ ചെയ്തു. ഡാറ്റ, ഗ്രാഫിക്കൽ ഡാറ്റ തന്നു. ആ ഡാറ്റ വെച്ചിട്ട് നമ്മൾ അതിനെ അനലൈസ് ചെയ്തു, അതിൻ്റെ സെന്റൻസുകൾ മാറ്റി എഴുതി, സിമ്പിളായിട്ട് എഴുതി. ഇനി അത് എഴുതുന്ന ഒരു രീതി നമ്മൾ പഠിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ടൈറ്റിൽ വരെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഈ ആൻസർ ചെയ്യുമ്പോൾ we should get 5 out of 5 or 6 out of 6. അപ്പോൾ അങ്ങനെ മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന 6-ൽ 6, 5-ൽ 5 മാർക്ക് വാങ്ങിക്കാൻ കൃത്യമായിട്ടും പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് റൈറ്റപ്പ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ കാര്യങ്ങളിൽ നിന്ന് ഇതിൻ്റെ മാർക്ക് മിസ്സാവില്ല. പണ്ട് കൃത്യമായിട്ട് മാർക്ക് വാങ്ങിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത് നോട്ടിലേക്ക് മാറ്റി എഴുതുക. അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്സൊക്കെ പഠിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കുക. സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ വളരെ ഒരു ഇഷ്ടത്തോടു കൂടി നിങ്ങളിതിനെ സമീപിക്കുകയും ഇത് കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുകയും ചെയ്താൽ ഈ റൈറ്റപ്പിനെ കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്ക്. ഓക്കെ.